നീ പറിച്ചോണ്ട് ഓടാനേ വളച്ചിട്ട് പൂട്ടേ പൂട്ടടിക്കാൻ നോക്ക വടക്കം പറഞ്ഞത് തിരിഞ്ഞു പിടിക്കാ പറ്റൂലേ കൈകാലം ഒന്നും വിട്ടുകിട്ടിട്ട് വേണ്ട മച്ചമ്പി വടക്കനും തെക്കനും ഒക്കെ കളിക്കാൻ ഒരു സംഘത്തെങ്കി ഗുണം പിടിച്ചേനെ ഈ പൂട്ടിൽ ഉടുമ്പ് വീണത് തന്നെ എനിക്ക് പോലും ഊരാൻ പറ്റാത്ത പൂട്ടല്ലയോ. അയ്യോ, എന്റെ ഈ വലതു ഭാഗത്തെ വാരിയല്ലിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. എങ്ങനെ? കഴിഞ്ഞ മാസം എരഞ്ഞിപ്പാലത്ത് അബ്ദുള്ള കുട്ടി ഫയൽവാനം അലർത്തിയടിച്ചല്ലോ, അന്ന് പറ്റിയതാ. വേദന ഉണ്ടോ? അല്ല, അമർത്തുമ്പോഴേ ഉള്ളൂ. ഏതായാലും ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഏനക്കേടുണ്ടെന്നുള്ള കാര്യം ഉടുമ്പ് അറിയണ്ട. ശരിയാ, അറിയാതിരിക്കുന്നതാ നല്ലത്. എന്റെ ഈ തുടയലിനും ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഇവിടെയൊക്കെ ഒടിഞ്ഞു പറഞ്ഞിരിക്കുകയാണോ? ഫിലിപ്പോസേ, ഇത്തവണ ഉടുമ്പിനെ മലത്തി അടിച്ചില്ലെങ്കിൽ എനിക്ക് ഈ നാട്ടിൽ തലയുയർത്തി നടക്കാൻ ഒക്കുകയില്ല. 9 കൊല്ലം മുമ്പ് കളരിപ്പാടത്തെ ഗോദായി വെച്ച് എന്റെ കാലിതാ ഈ പരുവത്തിലാക്കിയവനാ ഉടുമ്പ്. അന്ന് തുടങ്ങി തന്നെ പോലെ ഒത്തിരി പേരെ ചെല്ലും ചെലവും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വീട്ടിപ്പോറ്റുക ഞാൻ ആ ഉടുമ്പിനെ ഒന്ന് മലത്താൻ. ഇത്തവണ പൊട്ടിയാൽ ഫിലിപ്പോസേ കുട്ടമ്പലയുടെ മട്ടുമാറും. ആശ നോക്കിക്കോ, ഉടുമ്പ് വെറും ഉറുമ്പാണെന്ന് ഞാൻ തെളിയിക്കും. എനിക്ക് നല്ല വിശപ്പ്, വല്ലതും കഴിക്കണം. എടേ, മുട്ടയും പാലും എടുത്തു വെക്കാൻ. മുട്ടയും പാലും. മച്ചമ്പി, ചവനപ്രകാശവും അരിഷ്ടവും. ആദ്യം കാപ്പൂടി കഴിയട്ടെ. അതെ അതെ അതെ, അത് മതി. എന്നിട്ട് ഒന്നിച്ച് കവലയിലേക്ക് നീങ്ങാം. ഫിലിപ്പോസിനെ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. വാരിയല്ലേ മച്ചമ്പി? വാരിയല്ലേ? വന്നാണ്. മതി, ആ പാലങ്ങ് വാങ്ങി വെക്ക്. അവൾ സംബന്ധക്കാരന് വെച്ച് വിളമ്പുന്നു. ഗജോൽഗജമാര് തിന്ന് മരിക്കട്ടെ. അമ്മ അറിഞ്ഞോ? കൂവശ്ശേരിയിലെ പാടം അച്ഛൻ വിൽക്കാൻ പോവാത്രേ. നിന്നോട് ആര് പറഞ്ഞു? കവലയിൽ ഇന്നലെ രാധയുടെ അച്ഛനോട് ആരോ പറഞ്ഞതാ. എന്റെ ഭഗവാനെ, ഈ മനുഷ്യൻ എല്ലാം വിറ്റു തുലയ്ക്കുന്ന തോന്നുന്നത്. നിന്റെയൊക്കെ തലയിലെഴുത്ത്. വല്ലവണ്ടിയും കൂടെ ഇറങ്ങി പോകുമ്പോ അല്ലെങ്കിൽ പിന്നെ നിന്നെയൊക്കെ കെട്ടാൻ ആരാ വരാൻ പോകുന്നത്? അനുഭവിച്ചോ? വരുന്നില്ലെങ്കിൽ വരണ്ട. എന്ത് പറഞ്ഞാൽ ഒടുവിൽ എനിക്കാ കുറ്റം. ഈ നെക്ക് ലോക്കിൽ ഉടുമ്പും എടുക്കണ. കഴിഞ്ഞ തവണ പരിയാരത്തെ നീലകണ്ഠൻ അടിച്ചില്ല എന്നായപ്പോ ഉടുമ്പ് മിന്നൽ വേഗത്തിൽ നെക്ക് ലോക്കിട്ടു. ഉടുമ്പിന് പണ്ടത്തെ പോലത്തെ ആങ്കൊന്നും ഇല്ല മച്ചമ്പി. അവന്റെ നെക്കിലൊക്കെ ഒരു മുമ്പേ ഞാൻ സരോദ് പ്രയോഗിക്കും. അത് കൊള്ളാം. സരോദില് ഉടുമ്പിന് അത്ര മിടുക്ക് പോരാ. പക്ഷേ സരോദ് വരുന്നു എന്നറിഞ്ഞാൽ അവൻ ഗലാൽ ജങ്ക് പുറത്തെടുക്കും. ഗലാൽ ജങ്കിന് മറുമരുന്നുണ്ട്. അന്ന് അബ്ദുള്ള കുട്ടി ഫയൽവാനം ഞാൻ മലർത്തിയടിച്ചത് അങ്ങനെ. സവാരിക്ക് പൂട്ട്, സവാരിക്ക് പൂട്ട്. വാരിയല്ലേ മച്ചമ്പി? ഓ, അത് ഫയൽവാനല്ലേ? എന്നാ ഉടുമ്പിനെ പിടിക്കുന്നേ? മുക്കില് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ കണ്ണു കണ്ടുകൂടെ? കണ്ടു. പക്ഷേ ഉടുമ്പിനെ മലർത്താൻ സാക്ഷാൽ ദാരാസിംഗ് വന്നാലും പറ്റില്ല. കുട്ടൻപിള്ള ആശാനെ അവിടുന്ന് ഇവിടുന്ന് ഓരോ തടിമാടന്മാരെ കൊണ്ടുപോയി തീറ്റ കൊടുത്ത് തറവാട് തുലയ്ക്കാൻ നോക്കണ്ട കേട്ടോ.
ഓട്ടാശാനെ ഉടുമ്പ് മലർന്ന് വീഴുമ്പോ ഇവന്റെയൊക്കെ നാവ് താനെ അടങ്ങൂലേ? കുറച്ചു നാളായി ഞാൻ സഹിക്കുന്നു. എന്താടോ എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. മനോഹരമായ ഒരു പഴക്കുല. രാസവളം രാസവളം ചേർക്കാതെ വെറും ധാതുപുഷ്ടിയുള്ള മണ്ണിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രം വളർന്ന് കുലച്ച് പഴുത്തു വന്ന പഴം. മാത്രമല്ല, ഇന്നു മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ്. അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. മറ്റവന്മാര് ചെയ്യുന്ന പോലെ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിറ്റ് കാശുണ്ടാക്കാൻ ഈ നകുലൻ തയ്യാറല്ല. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് ആസ്വദിപ്പിക്കാവടാ. പോട്ടെ സാധേ കേട്ടാ, വീട്ടുകളാ. ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അനിയനല്ലേ നകുലൻ. അവൻ എന്റെ ആരുമല്ല. എഴുത്തുമാൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവിച്ച് എനിക്കും കൂടെ അവകാശപ്പെട്ട 60 സെന്റ് സ്ഥലം തട്ടിയെടുത്ത കള്ളനാവൻ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? പക്ഷേ വടക്കേക്കര പാടം വിറ്റ വകയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന 10,000 രൂപ കട്ടിട്ടാ നിങ്ങൾ ചായക്കട തുടങ്ങിയെന്നാ ആ നകുലം പറയുന്നത്. 10,000 കിട്ടത് അവന്റെ അപ്പനാ. രണ്ടുപേർക്കും കൂടെ രണ്ടപ്പനാണോ? രാവിലെ കൈ നോക്കി അഭിപ്രായം വിളിച്ചു പോകാൻ വന്നിരിക്കണം. ഒന്ന് പോയടാ. നീ ആരെന്ന് പറഞ്ഞില്ലല്ലോ. അതെ അതെ, പോടാ പോടാ. സോമ എവിടെ? വണക്കം തമ്പ്ര. നീ ഒരു സൈക്കിൾ എടുത്ത് ആ വെട്ടുകവലെ പോയി ഇത് പോസ്റ്റ് ചെയ്തിട്ട് വാ. എന്നിട്ട് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വാ. ചോറോ കഴിഞ്ഞെന്തെങ്കിലും കാണും. ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. കണ്ടില്ലേ? നേരെ വെളുക്കുമ്പോ ഒന്ന് കുത്തി എഴുന്നോളും ശൗനം മുടക്കികള്. എന്നാ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് വരാം. വേണ്ട. അവരുമായിട്ട് ഉടക്കണ്ട. കേട്ടോ വലിപ്പോസേ, ഒരു 3 കൊല്ലം മുമ്പാണ് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വന്നത്. അന്നൊരു പോസ്റ്റ് മാസ്റ്റർ ഇവിടെ വന്നു. അയാൾക്ക് ഗോപാലൻ പോലീസിന്റെ മകളുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഒരു ദിവസം അയാൾ അങ്ങ് മുങ്ങി. പിന്നെ ഇവിടെ പലരും വരികയും പോവുകയും ചെയ്തു. പക്ഷെ ഈ നാടാർക്കും പിടിക്കുന്നില്ല അത്രേ. സുഹൃത്തുക്കളെ, അത് മന്ത്രിമാരുടെയും MLA-മാരുടെയും കൈയും കാലും പിടിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത്. ഇതിനൊക്കെ തിരുവനന്തപുരത്തും കോട്ടയത്തും ചുറ്റിത്തിരിയാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം ഞാൻ വാരിക്കോരി ചെലവാക്കിയത്. ഇവിടെ സ്ഥിരമായിട്ട് പോസ്റ്റ് മാഷ് വേണോ? ഞാൻ കൊണ്ടുവരും. പക്ഷേ ജനാധിപത്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പണം വേണം. മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ആഴ്ച കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ എത്ര പേര് സംഭാവന തന്നിട്ടുണ്ട്? എന്നോടാണോ? ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. സോഷ്യലിസം വേണം, ഡെമോക്രസി വേണം, ബ്യൂറോക്രസി വേണം, കമ്മ്യൂണിസം വേണം. വായു മുറിച്ച് അങ്ങോട്ട് ഇരുന്നേച്ചാ മതി. കൃത്യമായി സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്തവും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിക്കുന്നു. ഇന്ന് മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അതും പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഏത് കടയിലാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പലഹാരങ്ങൾ പൊരിച്ചെടുക്കുന്നത് എന്ന്? കേരളത്തിന്റെ തേങ്ങ, കേരളത്തിന്റെ തേങ്ങ ആനക്കാര്യത്തിനിടയില ചേനക്കാര്യം. അവന്റെ ഒരു ഉണ്ടക്കായും പഴംപൊരിയും. അപ്പോൾ ഇപ്പൊ എന്ത് പറയുന്നു? സംസ്ഥാന സമ്മേളനത്തിന്റെ പിരിവ് ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പൊ എനിക്ക് നൽകുന്നുവോ, അതോ ഞാൻ വീട്ടിലേക്ക് വരണോ? ആശാന്റെ ദുർനടപ്പ് ഇതുവരെ മാറിയില്ലേ? വേണ്ട ആശാനെ, ഇവനെയൊക്കെ നമുക്ക് ഗോദായിൽ വെച്ച് കാണാം. ഫയൽ വാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇയാളെ മൂക്കി കയറ്റിക്കളെ ഇല്ലേ? നീ ബൈഹാർട്ട് പഠിക്കാണോ? നമ്മുടെ മമ്മൂട്ടിച്ചേട്ടന് 2 കുട്ടികളാണത്രേ, ഒരാണും ഒരു പെണ്ണും. ഈ കണക്കിന് പോയാ നീ മദ്രാസിലേക്ക് മറ്റോ ഒളിച്ചോടുമല്ലോ.
എന്തിന്? സിനിമയിൽ അഭിനയിക്കാൻ. സിനിമ ഇഷ്ടാന്നും പറഞ്ഞ് അതിലിപ്പോ അഭിനയിക്കണമെന്നുണ്ടോ? പിന്നെ സ്വപ്നയിൽ കാണാമറയത്ത് കളിക്കുന്നുണ്ടത്രേ. മമ്മൂട്ടിച്ചേട്ടൻ കളിക്കിട്ടുണ്ട് അതില്. അപ്പൊ നീ പോകുന്നില്ലേ കാണാൻ? അച്ഛന്റെ കണ്ണു വെട്ടിച്ച് എങ്ങനെ പോകും? കൂടെ ഇവിടെ വന്നപ്പോ അമ്മൂമ്മേനെ കാണാനെന്നും പറഞ്ഞൊരു മുങ്ങി. ഇതിനിപ്പം നിനക്ക് സുഖമില്ല, ഡോക്ടറെ കാണണം, ഞാൻ കൂടെ വരണമെന്ന് അച്ഛന്റെ അടുത്ത് ഒന്ന് പറയൂ. അങ്ങനെ ഇപ്പൊ എന്റെ മോള് സിനിമ കൊണ്ട് സൂഹിക്കണ്ട. എടി, ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. എന്റെ പൊന്നുമോളല്ലേ, പ്ലീസ്. ശരി, പക്ഷെ വെറുതെ പറ്റത്തില്ല. 10 കൂടം വെള്ളം നീ കോരണം. നീ വരുമെന്ന് പറഞ്ഞാ 10 അല്ല 100 കൂടം വെള്ളം ഞാൻ കോരിത്തരാം.